ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. പാലിയേക്കര ടോൾ പ്ലാസ ജീവനക്കാരന് കാർ യാത്രക്കാരുടെ മർദ്ദനം. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാലിയേക്കര ടോൾ പിരിവിന് അനുമതി നൽകിയതിനെതിരായ അപ്പീലിൽ ഇടപെടാതെ സുപ്രീം കോടതി. ജപ്തി ഭീഷണിയെ തുടർന്ന് ചാലക്കുടിയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. വെട്ടുകടവ് സ്വദേശി സോമനാഥ പണിക്കരാണ് വീടിനകത്ത് തൂങ്ങി മരിച്ചത്. കോൺഗ്രസിന് കൈയൊഴിഞ്ഞ് തിരുവില്ലാമല. വർഷങ്ങളോളം കോൺഗ്രസ് ഭരണം കൈയാളിയിരുന്ന തിരുവില്ലാമല പഞ്ചായത്തിലെ 19 സീറ്റിൽ 18ലും കോൺഗ്രസിന് തോൽവി. പുന്നിയൂർക്കുളം മാഞ്ചിറയിൽ റോഡ് ഇടിഞ്ഞ് തോട്ടിലേക്ക് വീണു. റോഡ് ഇടിയുന്നത് കണ്ട് വാഹനങ്ങൾ നിർത്തിയതിനാൽ വൻ ദുരന്തമൊഴിവായി. ബണ്ടുവരമ്പ് തകർന്ന കാട്ടകാമ്പാൽ വാവേക്കർ കോൾപ്പടവിൽ ഇത്തവണയും കർഷകർക്ക് കൃഷിയിറക്കാനാവില്ല. കുചേല ദിനത്തിൽ അവിൽപ്പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ആയിരങ്ങൾ. ഗുരുവായൂർ മഞ്ജുലാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. തിരുവമ്പാടി ക്ഷേത്രത്തിൽ കുചേല ദിനം ഭക്തി നിർഭരമായി. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ പ്ലാസ ജീവനക്കാരന് കാർ യാത്രക്കാരുടെ മർദ്ദനം. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ടോൾ പ്ലാസയിലെ സെക്യൂരിറ്റി ഗാർഡായ രാജസ്ഥാൻ സ്വദേശി നിമറാമിനാണ് ബുധനാഴ്ച പുലർച്ചെ മർദ്ദനമേറ്റത്. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ യാത്രക്കാരാണ് ജീവനക്കാരനെ മർദ്ദിച്ചത്. വെള്ള ഫോർച്യൂണർ കാറിലെത്തിയ സംഘം യാതൊരു പ്രകോപനവുമില്ലാതെ ജീവനക്കാരെ മർദ്ദിക്കുകയായിരുന്നു. ഫാസ്ടാഗ് റീഡ് ചെയ്ത കാർ മുന്നോട്ട് നീക്കി നിർത്തിയ ശേഷം കാറിൽ നിന്ന് 3 പേർ ഇറങ്ങി വന്നാണ് ജീവനക്കാരനെ മർദ്ദിച്ചത്. രണ്ടാമത്തെ ബൂത്തിൽ കസാരയിലിരിക്കുകയായിരുന്ന ജീവനക്കാരനാണ് മർദ്ദനമേറ്റത്. മറ്റൊരു ബൂത്തിൽ കയറി ജീവനക്കാരനെ ആക്രമിക്കാൻ ശ്രമിച്ച ഒരാളെ കൂടെയുണ്ടായിരുന്നവർ മാറ്റിക്കൊണ്ടു പോവുകയായിരുന്നു. ടോൾ പ്ലാസയിലെ ബൂം ബാരിയറുകൾ തകർത്ത സംഘം വാഹനങ്ങൾ കടത്തിവിട്ടു. ടോൾ പ്ലാസ അധികൃതരുടെ പരാതിയിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു. പാലിയേക്കര ടോൾ പിരിവിന് അനുമതി നൽകിയതിനെതിരായ അപ്പീലിൽ ഇടപെടാതെ സുപ്രീം കോടതി. ആവശ്യം ഹൈക്കോടതിയിൽ തന്നെ ഉന്നയിക്കാൻ ഹർജിക്കാർക്ക് നിർദ്ദേശം. കോൺഗ്രസ് നേതാവ് ഷാജി കോടങ്കണ്ടത്ത് നൽകിയ അപ്പീൽ സുപ്രീം കോടതി തീർപ്പാക്കി. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഗതാഗതം സുഗമമാക്കാതെ ടോൾ പിരിക്കരുതെന്ന സുപ്രീം കോടതിയുടെ മുൻവിധി ലംഘിച്ചാണ് ഹൈക്കോടതി തീരുമാനമെടുത്തതെന്നാരോപിച്ചായിരുന്നു ഹർജി നൽകിയത്. ഒക്ടോബർ 17-നാണ് മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ജപ്തി ഭീഷണിയെ തുടർന്ന് ചാലക്കുടിയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. ചാലക്കുടി വെട്ടുകടവ് സ്വദേശി ചിറക്കൽ വീട്ടിൽ 64 വയസ്സുള്ള സോമനാഥ പണിക്കരാണ് വീടിനകത്ത് തൂങ്ങി മരിച്ചത്. BRD സെക്യൂരിറ്റി കമ്പനിയുടെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 80 ലക്ഷം രൂപ വായ്പ എടുത്തത് തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് സോമനാഥ പണിക്കരുടെ വീട് ജപ്തി ചെയ്യാൻ ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ സബ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെ മേൽക്കോടതിയെ സമീപിച്ചെങ്കിലും സ്റ്റേ കിട്ടിയില്ലെന്ന് പറയുന്നു. ജപ്തി നടപടികൾക്കായി ആമിൻ ഉൾപ്പെടെ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് എത്തിയിരുന്നു. ഇതിനിടയിലാണ് വീടിനകത്ത് ഇയാൾ തൂങ്ങി മരിച്ചത്. ഫാനിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയ സോമനാഥ പണിക്കരെ ഭാര്യ ലതികയും അയൽവാസികളും ചേർന്ന് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മരണവിവരം അറിഞ്ഞ ഉടനെ ജപ്തി നടപടികൾ വേണ്ടെന്ന് വെച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി. ചാലക്കുടി SHO KK സജീവിന്റെ നേതൃത്വത്തിൽ പോലീസ് സോമനാഥ പണിക്കരുടെ വീട്ടിലെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. 2012-ലാണ് സോമനാഥ പണിക്കർ വീട് പണയപ്പെടുത്തി വായ്പ എടുത്തത്. പലിശയടക്കം 1 കോടിയിലധികം രൂപ ഇപ്പോൾ അടയ്ക്കാനുണ്ട്. ഇതിനിടെ 3 ദിവസം മുൻപ് ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർ വന്ന് സോമനാഥ പണിക്കർ ഇല്ലാത്ത നേരത്ത് വീടിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്നതായി പറയുന്നു. ഇത് സംബന്ധിച്ചും സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരുമായി തർക്കമുണ്ടായിരുന്നു. BJP പ്രാദേശിക നേതാവാണ് സോമനാഥൻ പണിക്കർ. 2010-ലെ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ ചേനത്തുനാട് വാർഡിൽ നിന്നും മത്സരിച്ചിരുന്നു. 15 വർഷം മുൻപാണ് ഇയാൾ ലതികയെ 2ാം വിവാഹം കഴിച്ചത്. ആദ്യ ഭാര്യയുമായി നേരത്തെ ബന്ധം ഏർപ്പെടുത്തിയിരുന്നു. TCV ചാലക്കുടി.
കോൺഗ്രസിന് കൈയൊഴിഞ്ഞ് തിരുവില്ലാമല. വർഷങ്ങളോളം കോൺഗ്രസ് ഭരണം കൈയാളിയിരുന്ന തിരുവില്ലാമല പഞ്ചായത്തിലെ 19 സീറ്റിൽ കോൺഗ്രസ് മത്സരിച്ച 18ലും തോൽവി. 7-ാം വാർഡിൽ മത്സരിച്ച UDF സ്വതന്ത്രൻ മാത്രമാണ് വിജയിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA 6, UDF 6, LDF 5 എന്നായിരുന്നു കക്ഷിനില. ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ നറുക്കെടുപ്പിലൂടെ NDA അധികാരത്തിലെത്തി. ഒരു വർഷം കഴിഞ്ഞ് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം UDF പിന്തുണച്ചതോടെ NDA പുറത്തായി. വീണ്ടും നറുക്കെടുപ്പിലൂടെ UDF അധികാരത്തിൽ വന്നു. 4 വർഷം പഞ്ചായത്ത് ഭരിച്ച കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരാളെപ്പോലും കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. ഉദയൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉഷ ദിവാകരൻ, INDUC നേതാവ് വിജയൻ ചേലക്കര, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് A. മുരളി തുടങ്ങി കൈപ്പത്തിയിൽ മത്സരിച്ച 19 പേരും പരാജയപ്പെട്ടു. സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് 13-ാം വാർഡിൽ വിമതനായി മത്സരിച്ച മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷമീർ അലി വിജയിക്കുകയും ചെയ്തു. കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും വിമത ശല്യവുമാണ് അടിയന്തരാവസ്ഥക്കാലത്ത് പോലും മുഴുവൻ വാർഡിലും ജയിച്ച കോൺഗ്രസ് ഇത്രയും ദയനീയമായി പരാജയപ്പെടാൻ കാരണം. TCV തിരുവില്ലാമല. പൊന്നിയൂർക്കുളം മാഞ്ചിറയിൽ റോഡിടിഞ്ഞ് തോട്ടിലേക്ക് വീണു. റോഡ് ഇടിയുന്നത് കണ്ട് വാഹനങ്ങൾ നിർത്തിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. 13 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ആറ്റുപുറം പാറമ്പാടം റോഡ് മാഞ്ചിറ അമ്പലത്തിന് സമീപത്താണ് ഒരു ഭാഗം തകർന്ന് തോട്ടിലേക്ക് വീണത്. ഒരാഴ്ചയോളമായി റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ നിലയിലായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാരും മേഖലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് റോഡ് ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. റോഡ് ഇടിഞ്ഞ ഭാഗത്ത് നിന്നിരുന്ന വൈദ്യുതി തൂണും ഏതു നിമിഷവും വീഴുന്ന അവസ്ഥയിലായിരുന്നു. മേഖലയിൽ ഏറെ നേരം വൈദ്യുതി ബന്ധം താറുമാറായി. റോഡ് ഇടിഞ്ഞ സമയത്ത് തന്നെ ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് റഹീസ് പറഞ്ഞു. ഏച്ചുകൂട്ടലുള്ള രീതിയിൽ പുതുക്കി പണിതിട്ടുള്ളതാണ്. ഇതിന് വിനിയോഗിച്ച ഫണ്ട് മുഴുവനായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കാര്യത്തിൽ വരെ നാട്ടുകാർക്ക് അന്നേ സംശയം ഉണ്ടായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ റോഡ് വിള്ളലൊക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മളിത് അധികാരികളുമായിട്ട് അറിയിക്കുകയുണ്ടായിട്ടുണ്ടെങ്കിൽ യാതൊരു വന്നു നോക്കൽ പോലും ഉണ്ടായിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം KSCയുടെ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു താങ്ങ് കൊടുക്കൽ വരെ ഉണ്ടായത്. ഇപ്പോഴും ഇങ്ങനെ തകർന്ന സമയത്തും നമ്മൾ അധികാരികൾക്ക് വിളിക്കുമ്പോൾ എയിൽക്കൊക്കെ വിളിക്കുമ്പോൾ ഞങ്ങൾ മീറ്റിങ്ങിലാണ്, ഞങ്ങൾ സൈറ്റ് വന്ന് നോക്കിയതിന് ശേഷം തീരുമാനം എടുക്കുക, ഞങ്ങൾ ആളെ വിടാനുള്ള രീതിയിൽ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ എത്ര അപകടം നിറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ പോലും അവർ പ്രതികരിക്കുന്നത്. വെള്ളം പമ്പ് ചെയ്യുമ്പോൾ വെള്ളം തടസ്സപ്പെടുന്ന സാഹചര്യമുള്ളതിനാൽ മേഖലയിൽ പാലം നിർമ്മിക്കണമെന്ന് കർഷകർ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ ആവശ്യം അംഗീകരിക്കാൻ മുൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായില്ലെന്ന് പഞ്ചായത്ത് അംഗം ഹസൻ തളികശ്ശേരി പറഞ്ഞു. മേഖലയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലം നിർമ്മിച്ച് റോഡിനാവശ്യമായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പാലത്തിന് യാതൊരു കേടുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ റോഡ് പണി അവർക്ക് പൂർത്തീകരിക്കാനും ആ പൂർത്തീകരിച്ച അടിസ്ഥാനത്തിൽ ഇതിന് ഫണ്ട് കൊടുക്കാനും തയ്യാറായത്. അന്ന് മുതൽ പറയുന്നതാണ് ഈ പാലത്തിന് അപകടമുണ്ട്, പാലം എന്ത് ചെയ്യണം, പൊളിച്ചു പണിയണമെന്ന് പ്രൊജക്റ്റ് വെക്കണം, ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി കൃഷിക്കാർക്കുള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അത് എന്ത് ചെയ്തിട്ടില്ല. അതിനുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല. തീർച്ചയായും ഇത് അടിയന്തരമായി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. TCV ന്യൂസ് കുന്നംകുളം. ബണ്ടുവരമ്പ് തകർന്ന കാട്ടകാമ്പാൽ വാവേക്കർ കോൾപ്പടവിൽ ഇത്തവണയും കർഷകർക്ക് കൃഷി ഇറക്കാനാവില്ല. വരും സീസണിലെങ്കിലും കൃഷി ഇറക്കാനാകുമെന്ന കാത്തിരിപ്പിലാണ് കർഷകർ. കഴിഞ്ഞ വർഷം ഡിസംബർ 6-നാണ് വാവേക്കർ കോളിൽ ബണ്ട് പൊട്ടി ഞാറ് നട്ട് 10 ദിവസം പിന്നിട്ട നെൽച്ചെടികൾ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. കഴിഞ്ഞ മാർച്ച് മാസത്തോടെ ബണ്ട് വരമ്പ് നിർമ്മാണം തുടങ്ങുമെന്നായിരുന്നു കർഷകരുടെ പ്രതീക്ഷ. എന്നാൽ വെള്ളം വറ്റിയ വേനൽക്കാലത്ത് ബണ്ടിന്റെ അറ്റകുറ്റപ്പണി തുടങ്ങിയില്ല. ഇതോടെ ഈ സീസണിലും വാവേക്കർ കോൾപ്പടവിൽ കൃഷി ഇറക്കാനായില്ല. 58 ഏക്കർ വിസ്തൃതിയിലുള്ള പാടശേഖരത്ത് 60ഓളം കർഷകരാണുള്ളത്. ബണ്ട് നിർമ്മാണം ഈ സീസണിൽ പൂർത്തിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കഴിഞ്ഞ മെയ് മാസത്തിൽ ബണ്ടിന്റെ പുനർനിർമ്മാണത്തിനുള്ള തുക അധികൃതർ വകയിരുത്തിയിരുന്നതായി കർഷകർ പറയുന്നു. അടുത്ത മാർച്ചോടെ നിർമ്മാണം തുടങ്ങാനായാൽ മാത്രമേ വരും സീസണിലെങ്കിലും കൃഷി ഇറക്കാനാകൂ. അതിനുള്ള കാത്തിരിപ്പിലാണ് കർഷകർ. TCV കുന്നംകുളം. കുചേല ദിനത്തിൽ അവിൽപ്പൊതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. കുചേലൻ എന്ന സുധാമാവ് ദാരിദ്ര്യശമനത്തിനായി സതീർത്ഥ്യനായ ശ്രീകൃഷ്ണ ഭഗവാനെ അവിൽപ്പൊതികളുമായി ദ്വാരകയിൽ ചെന്ന് കണ്ടതിന്റെ സ്മരണയിലാണ് ധനുമാസത്തിലെ 30 ബുധനാഴ്ച കുചേല ദിനമായി ആചരിക്കുന്നത്.
അവിൽ നിവേദ്യമാണ് കുചേല ദിനത്തിലെ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഭക്തർ കൊണ്ടുവരുന്ന അവിൽ ക്ഷേത്രത്തിൽ സ്വീകരിച്ച് ഗുരുവായൂരപ്പന് നിവേദിച്ച് തിരിച്ചു നൽകും. ഇതിനു പുറമെ നാളികേരം, ശർക്കര, നെയ്യ്, ചുക്ക്, ജീരകം എന്നിവയിൽ കുഴച്ച 4 ലക്ഷത്തോളം രൂപയുടെ അവിൽ ദേവസ്വം തയ്യാറാക്കിയിരുന്നു. ഭക്തർക്ക് അവിൽ ഷീട്ടാക്കാൻ പ്രത്യേക കൗണ്ടറുകൾ തുറന്നിരുന്നു. 13 കീഴ്ശാന്തി ഇല്ലങ്ങളിലെ കീഴ്ശാന്തിക്കാർ 3000 നാളികേരം ചിരകിയെടുത്താണ് അവിൽ നിവേദ്യം തയ്യാറാക്കിയത്. പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നീ 3 പൂജകൾക്കും അവിലാണ് നിവേദിക്കുന്നത്. കുചേല ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നിറമാല, ദീപാലങ്കാരം, പഞ്ചവാദ്യം എന്നിവയുണ്ടായിരുന്നു. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശന്റെ സ്മരണയ്ക്കായി കുചേലവൃത്തം, കഥകളി, പദക്കച്ചേരിയും അരങ്ങേറി. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ മഞ്ജുലാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. നേരത്തെയുണ്ടായിരുന്ന കോൺക്രീറ്റ് പ്രതിമ മാറ്റി 6 അടി ഉയരത്തിലുള്ള കരിങ്കൽ മാതൃക പ്രതിമയാണ് സ്ഥാപിച്ചത്. ചലച്ചിത്ര നിർമ്മാതാവ് വേണു കുന്നപ്പിള്ളി വഴിപാടായി 2.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പുതിയ പ്രതിമ നിർമ്മിച്ചത്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി പ്രതിമയുടെ സമർപ്പണം നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MK അശോക് കുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ MN രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. വഴിപാടുകാരനായ വേണു കുന്നപ്പിള്ളിയെയും ശില്പി ഉണ്ണി കാനായിയെയും ദേവസ്വം ആദരിച്ചു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകൾ തുടരുന്നു. ബൈക്കിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് കേച്ചേരിയിൽ കുടുംബം സഞ്ചരിച്ച കാർ അടിച്ചു തകർത്ത സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായി. മുണ്ടൂർ പുത്തൂർ സ്വദേശി ദിഷ്ണു ദേവൻ, സഹോദരൻ മനു, കേച്ചേരി എരനല്ലൂർ സ്വദേശി അർജുൻ എന്നിവരെയാണ് കുന്നംകുളം SHO ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കേച്ചേരി റെനിൽ റോഡിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ മുബാറക് കുടുംബമായി സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഗ്ലാസുകൾ ബൈക്കിലെത്തിയ സംഘം അടിച്ചു തകർക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ ജാമ്യത്തിൽ വിട്ടു. കുന്നംകുളത്ത് സ്വകാര്യ ബസിന്റെ അമിത വേഗത ചോദ്യം ചെയ്ത യാത്രക്കാരനെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർ അറസ്റ്റിലായി. പാവർട്ടി പെരുവല്ലൂർ സ്വദേശി അനൂപിനെയാണ് കുന്നംകുളം SHO ജയപ്രദീപിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പോർക്കുളം സ്വദേശി കണ്ണാത്തുപറമ്പിൽ വീട്ടിൽ ഗോപിക്കാണ് കഴിഞ്ഞ ദിവസം മർദ്ദനമേറ്റത്. കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസിലെ ഡ്രൈവറാണ് അറസ്റ്റിലായ അനൂപ്. കടങ്ങോട് മണ്ടംപറമ്പിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച പന്നികളെ വ്യാഴാഴ്ച ദയാവധത്തിന് വിധേയമാക്കും. 5 ഫാമുകളിലെ 300ഓളം പന്നികളെയാണ് ദയാവധത്തിന് വിധേയമാക്കുക. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ദയാവധം നടത്തുക. ചൊവ്വാഴ്ചയാണ് മണ്ടംപറമ്പിൽ പ്രവർത്തിക്കുന്ന ഫാമുകളിലെ പന്നികൾക്ക് പന്നിപ്പനി സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വർഷവും പഞ്ചായത്തിലെ പതിയാരം, മണ്ടംപറമ്പ് പ്രദേശങ്ങളിലെ ഫാമുകളിൽ ആഫ്രിക്കൻ പന്നിപ്പനി ബാധിച്ചിരുന്നു. നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ തീപിടുത്തം. കേന്ദ്രത്തിലെ മതിൽക്കെട്ടിനകത്ത് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്തെ പുല്ലിനാണ് തീപിടിച്ചത്. ഉടൻ ജീവനക്കാരും നാട്ടുകാരും തീ അണയ്ക്കാൻ ശ്രമം ആരംഭിച്ചതിനാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരുന്നത് തടയാൻ കഴിഞ്ഞു. നാട്ടികയിൽ നിന്നെത്തിയ അഗ്നിശമന വിഭാഗം തീ പൂർണ്ണമായും അണച്ചു.
കേന്ദ്രത്തിന്റെ പിൻഭാഗത്ത് ഒരേക്കറോളം ഭാഗം മുഴുവനായി പുല്ല് വളർന്ന് കാട് പിടിച്ചു കിടക്കുന്ന അവസ്ഥയാണ്. നിരവധി ആളുകൾ വന്നുപോകുന്ന തീരദേശത്തെ പ്രധാന ആരോഗ്യ കേന്ദ്രവുമാണിത്. പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ കെഎസ്ആർടിസി ബസ്സും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഗുരുവായൂരിലേക്ക് പോയിരുന്ന കെഎസ്ആർടിസി ബസ്സും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. പാലയൂർ ഡോബിപ്പടി സ്റ്റോപ്പിൽ ടോറസ് ലോറി ഇലക്ട്രിക് സ്കൂട്ടറിലിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. തെക്കൻ പാലയൂർ ഓസാരം വീട്ടിൽ 65 വയസ്സുള്ള അബുവാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് അപകടം നടന്നത്. ചാവക്കാട് നിന്ന് പാവറട്ടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. യുഡിഎഫും എൻഡിഎയും പ്രകടന പത്രികയിൽ ഒരേപോലെ മുൻഗണന നൽകിയിട്ടുള്ള മാളയിലെ സ്റ്റേഡിയം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് വീണ്ടും പ്രതീക്ഷകൾ ഉയരുന്നു. എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞ ഭരണസമിതിയേക്കാൾ വ്യത്യസ്തമായ നയങ്ങളാണ് ചില കാര്യങ്ങളിൽ യുഡിഎഫും എൻഡിഎയും മുന്നോട്ട് വച്ചിട്ടുള്ളത്. പ്രകടന പത്രികയിൽ പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകാനും കഴിയാത്ത അവസ്ഥയാണുള്ളത്. സ്റ്റേഡിയം തുറക്കാനുള്ള നടപടികൾ സ്വീകരിക്കും, യഹൂദ ശ്മശാന ഭാഗം ഹെറിറ്റേജ് പാർക്കാക്കും, വലിയ പറമ്പ് MCF തുടങ്ങാനുള്ള തീരുമാനം പിൻവലിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് LDF ഭരണസമിതിയുടെ നയങ്ങൾക്ക് വിരുദ്ധമായി യുഡിഎഫും എൻഡിഎയും മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും മുന്നണി ഭരണസമിതിയിൽ ആവശ്യമുന്നയിച്ചാൽ അംഗീകരിക്കേണ്ടി വരും. LDF പക്ഷത്ത് സ്വതന്ത്ര ഉൾപ്പെടെ 9 അംഗങ്ങളാണുള്ളത്. യുഡിഎഫിന് 8ഉം എൻഡിഎക്ക് 4ഉം അംഗങ്ങളുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയിൽ യുഡിഎഫിന്റെയും എൻഡിഎയുടെയും ആവശ്യങ്ങൾ അംഗീകരിക്കാൻ LDF തയ്യാറായിരുന്നില്ല. ജൂതപ്പള്ളി പുനരുദ്ധാരണം കേന്ദ്ര പദ്ധതിയിൽ നടപ്പാക്കുമെന്നാണ് എൻഡിഎ ഉറപ്പു നൽകിയിട്ടുള്ളത്. എന്നാൽ പുനരുദ്ധാരണം കുറ്റമറ്റ രീതിയിൽ നടത്തുമെന്ന് യുഡിഎഫും വ്യക്തമാക്കിയിട്ടുണ്ട്. മാളക്കാരുടെ കായിക സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷ നൽകി കോടികൾ ചെലവഴിച്ച സ്റ്റേഡിയം പുരാവസ്തുവായി മാറി ഇപ്പോൾ കാട് കയറിക്കിടക്കുകയാണ്. TCV ന്യൂസ് മാള. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ നിന്നും 5 ജനപ്രതിനിധികൾ എന്നത് മുല്ലശ്ശേരി 10ാം വാർഡിന് മാത്രം ലഭിച്ച സൗഭാഗ്യമായി. മുല്ലശ്ശേരി പഞ്ചായത്ത് 10ാം വാർഡിലെ 5 പേരാണ് മത്സരിച്ച് വിജയിച്ച് ജനപ്രതിനിധികളായത്. 4 വാർഡുകളിലും ബ്ലോക്ക് പഞ്ചായത്ത് പൂവത്തൂർ ഡിവിഷനിൽ നിന്ന് വിജയിച്ച സ്ഥാനാർത്ഥികൾ 10ാം വാർഡിലെ സ്ഥിര താമസക്കാരാണ്. വിജയിച്ച 5 പേരും CPM അംഗങ്ങളുമാണ്. VK പ്രസാദ് 10ാം വാർഡിന്റെ പ്രതിനിധിയായപ്പോൾ ശ്രീദേവി ഡേവീസ് 11ാം വാർഡിൽ നിന്നും, സുധീർ വെള്ളാട്ട് 15ാം വാർഡിൽ നിന്നും, KV ഷിജു 16ൽ നിന്നും, VK സുരേന്ദ്രൻ മുല്ലശ്ശേരി ബ്ലോക്കിലേക്ക് പൂവത്തൂർ ഡിവിഷനിൽ നിന്നുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് മണ്ഡലത്തിൽ UDFന് മികച്ച വിജയം സമ്മാനിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ നേതാക്കൾ. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ UDF വലിയ മുന്നേറ്റമുണ്ടാക്കിയതായി നേതാക്കൾ പറഞ്ഞു. അളഗപ്പ നഗർ, തൃക്കൂർ, പുതുക്കാട് എന്നീ 3 പഞ്ചായത്തുകളിൽ UDF ഭരണം നിലനിർത്തുവാനും വരന്തരപ്പള്ളിയിൽ ഭരണം തിരിച്ചുപിടിക്കാനും മറ്റത്തൂരിൽ വൻ തിരിച്ചുവരവ് നടത്താനും UDFന് കഴിഞ്ഞു. നന്മണിക്കരയിൽ 1 നിന്ന് 3 സീറ്റായി വർദ്ധിച്ചു. വല്ലച്ചിറ പഞ്ചായത്തിലും 4 സീറ്റുകളിലേക്ക് ഉയർന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുപ്പിൽ പുതുക്കാട് മണ്ഡലത്തിൽ UDFന് വൻ വോട്ട് വർധനവാണ് ഉണ്ടായത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുക്കാട് മണ്ഡലത്തിൽ UDF ചരിത്ര വിജയം നേടുമെന്നും ഇതിനായി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. UDF നിയോജക മണ്ഡലം ചെയർമാൻ KL ജോസ്, അളഗപ്പ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി, പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിലൂടെ തിരുവില്ലാമലയുടെ ഹീറോയായി മാറിയിരിക്കുകയാണ് ഷമീർ അലി. മുൻ യൂത്ത് കോൺഗ്രസ് നേതാവും ഓട്ടോ തൊഴിലാളിയുമായ ഷമീർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് തിരുവില്ലാമല 13ാം വാർഡിൽ മത്സരിച്ച് വിജയിച്ചത്. പാർട്ടി ചിഹ്നവും പാർട്ടികളുടെ സംഘടനാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും തിരുവില്ലാമലയിൽ UDFും LDFും NDA കൊടുങ്കാറ്റിൽ കടപുഴകിയിരുന്നു. എന്നാൽ അതിലും വീഴാതെയാണ് ഷമീർ അലി വിജയം കൈപ്പിടിയിൽ ഒതുക്കിയത്. 20 വർഷമായി വാർഡിൽ ഏതൊരാവശ്യത്തിനും ഓടിയെത്തിയിരുന്ന ഷമീർ സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ കോൺഗ്രസ് നിരസിച്ചതിനെ തുടർന്നാണ് സ്വതന്ത്രനായി മത്സരിച്ചത്. വിമതനായതോടെ കോൺഗ്രസ് 6 വർഷത്തേക്ക് പുറത്താക്കിയപ്പോഴും ഒരലങ്കാരങ്ങളുമില്ലാതെ ജനങ്ങൾക്കിടയിൽ ഷമീർ പ്രവർത്തിച്ചു. സ്വന്തമായി ആരംഭിച്ച ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നിരവധി സേവന പ്രവർത്തനം നടത്തിയ ഷമീറിനോടൊപ്പം സാധാരണക്കാരായ ജനങ്ങളും നിന്നു. ഷമീറിനെതിരെ CPI ലോക്കൽ കമ്മിറ്റി അംഗം സുരേഷ് ബാബു, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് A മുരളി,
BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജയപ്രകാശൻ തുടങ്ങിയ വൻമരങ്ങളാണ് മത്സരിച്ചത്. ഫലം വന്നപ്പോൾ ഇവരെയെല്ലാം അപ്രസക്തരാക്കി ഷമീർ തിരുവല്ലാമലയുടെ ഹീറോയായും മാറി. TCV തിരുവല്ലാമല. മറ്റത്തൂർ കടമ്പോട് പ്രദേശത്ത് അപൂർവ ഇനത്തിൽപ്പെട്ട പക്ഷിയെ കണ്ടെത്തി. കേരളത്തിൽ അപൂർവമായി മാത്രം കാണപ്പെടുന്ന ഹൂപ്പോ ഇനത്തിൽപ്പെട്ട പക്ഷിയാണ് കടമ്പോടുള്ള ഭഗവതിപ്പറമ്പിൽ മനോജിന്റെ വീട്ടുമുറ്റത്തെത്തിയത്. പക്ഷിയുടെ തലയിലെ പൂവും മറ്റു പ്രത്യേകതകളും ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതൊരു സാധാരണ പക്ഷിയല്ലെന്നും വീട്ടുകാർക്ക് മനസ്സിലായത്. മരപ്പൊട്ടനെന്നും ഉപ്പൻകിളി എന്നുമാണ് കേരളത്തിൽ ഈ പക്ഷി അറിയപ്പെടുന്നത്. സാധാരണയായി മഞ്ഞുകാലത്തിന്റെ തുടക്കത്തിൽ ഉത്തരേന്ത്യയിൽ നിന്ന് എത്തുന്ന ദേശാടന പക്ഷിയാണിത്. ഉപ്പൂപ്പ എപ്പോപ്സ് എന്നാണ് ശാസ്ത്രീയ നാമം. ഹുപ്പോ പക്ഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ തലയിലുള്ള ഭംഗിയുള്ള പൂവാണ്. പേടിക്കുമ്പോഴോ ആകാംക്ഷ തോന്നുമ്പോഴോ ഈ പൂവ് ഒരു വിശറി പോലെ വിടർത്തിപ്പിടിക്കാൻ ഇതിന് കഴിയും. ഈ പക്ഷിയുടെ ശരീരം പൊതുവെ മഞ്ഞ കലർന്ന തവിട്ട് നിറമാണ്. ചിറകുകളിലും വാലിലും കറുപ്പും വെള്ളയും ചേർന്ന വരകളുണ്ട്. ചുണ്ട് നീളമുള്ളതും അല്പം വളഞ്ഞതുമായ കറുത്ത ചുണ്ടുകളാണ് ഇവയ്ക്കുള്ളത്. മണ്ണിലെ ചെറിയ സുഷിരങ്ങളിൽ നിന്ന് പുഴുക്കളെയും പ്രാണികളെയും കുത്തിയെടുക്കാൻ ഈ ചുണ്ടുകൾ സഹായിക്കുന്നു. ഹൂപ്പ് 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 എന്നിങ്ങനെയുള്ള ശബ്ദമാണ് ഇവ ഉണ്ടാക്കുന്നത്. ഈ ശബ്ദത്തിൽ നിന്നാണ് ഹൂപ്പോ എന്ന പേര് വന്നത്. ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയാണ് ഹൂപ്പോ. TCV ന്യൂസ് കൊടകര. ഇടവേള. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഒരു കാലത്ത് ഈ മേഖലയെ ആകെ അടക്കി ഭരിച്ച മാഫിയ ദൈവമേ, കണ്ട കള്ളക്കടത്തുകാരനെയൊക്കെ വെല്ലുകൊണ്ടിയാവേണ്ട ഗതിയായി പോയല്ലോ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ഫാദർ ഡോക്ടർ ഹെൽവസ്റ്റ് റൊസാരിയോയെ കോട്ടപ്പുറം രൂപത ചാൻസലറായി ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവേട്ടിൽ നിയമിച്ചു. കോട്ടപ്പുറം രൂപത വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിക്കുകയായിരുന്ന ഇദ്ദേഹം വ്യാഴാഴ്ച ചുമതലയേൽക്കും. ഫാദർ ഷാബു കുന്നത്തൂർ US-ൽ അജപാലന ശുശ്രൂഷയ്ക്ക് പോകുന്ന ഒഴിവിലാണ് നിയമനം. മാളയിൽ വിവിധ കേസുകളിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിലായിരുന്ന യുവാവ് അറസ്റ്റിലായി. എസ്എൻപുരം സ്വദേശി മനപ്പള്ളി വീട്ടിൽ രതീഷാണ് അറസ്റ്റിലായത്. ഹാജരാകാത്തതിനെ തുടർന്ന് കോടതി അറസ്റ്റ് വാറണ്ട് നൽകിയിരുന്നു. കുഴൂരിൽ നിന്ന് പോത്തുകളെ മോഷ്ടിച്ച കേസിലും കഞ്ചാവ് കേസിലും പ്രതിയാണ് ഇയാൾ. പണം നൽകി വോട്ട് വാങ്ങിച്ചെന്ന LDF നേതാക്കളുടെ ആരോപണം ചാലക്കുടി നഗരസഭ മുനിസിപ്പൽ ഓഫീസ് ഡിവിഷനിൽ നിന്നും മത്സരിച്ച് വിജയിച്ച UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ബിജു S. ചിറയത്ത് നിഷേധിച്ചു. താൻ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ചാണ് ഇത് സംബന്ധിച്ച വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത്. നഗരസഭാ പരിധിയിൽ വോട്ടറല്ലാത്ത ഒരാളുമായി SIR ഫോം പൂരിപ്പിക്കുന്ന കാര്യം സംസാരിക്കുന്നതിനിടെ തർക്കമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പണം സംബന്ധിച്ച വാക്കുകൾ ഉണ്ടായതെന്ന് ബിജു ചിറയത്ത് വ്യക്തമാക്കി. നഗരസഭാ പരിധിയിൽ താമസമില്ലാത്ത ഒരാളോട് വോട്ടിന് പണം നൽകിയെന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്ത ആരോപണങ്ങളാണെന്നും പറഞ്ഞു. LDF നേതാക്കളുടെ മറ്റ് ആരോപണങ്ങൾക്ക് UDF നേതൃത്വം മറുപടി പറയുമെന്നും ബിജു ചിറയത്ത് പറഞ്ഞു. ചെറുതുരുത്തിയിൽ തനിച്ച് താമസിക്കുന്ന വയോധികയുടെ വീട്ടിൽ കുരങ്ങ് ശല്യം രൂക്ഷമാണെന്ന് പരാതി. പന്നിയടി കുന്നംകുളത്തിന് സമീപം താമസിക്കുന്ന കണ്ടംകൊമരത്ത് വീട്ടിൽ വിജയലക്ഷ്മിയുടെ വീട്ടിലാണ് കുരങ്ങ് ശല്യം രൂക്ഷമായിരിക്കുന്നത്. സമീപത്തെ കാട്ടിൽ നിന്നെത്തുന്ന കുരങ്ങന്മാരുടെ ആക്രമണത്തിൽ കാലപ്പഴക്കം ചെന്ന വീടിന്റെ പല ഭാഗങ്ങളും തകർന്ന് താമസയോഗ്യമല്ലാതായിരിക്കുകയാണ്. നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് വീട്ടമ്മ പറഞ്ഞു. മാള മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെ ഫയൽ ചെയ്ത കോടതിയലക്ഷ്യ കേസ് പരിഗണിക്കാനിരിക്കെ സർക്കാർ തീരുമാനം വന്നു.
ചീഫ് സെക്രട്ടറിയെ എതിർകക്ഷിയാക്കി മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ കോടതിയലക്ഷ്യ കേസ് വ്യാഴാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് വില്ലേജ് ഓഫീസ് തുറക്കാൻ തസ്തിക സൃഷ്ടിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. വില്ലേജ് ഓഫീസർ, സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ, വില്ലേജ് അസിസ്റ്റന്റ്, ഫീൽഡ് അസിസ്റ്റന്റ്, PTS എന്നീ തസ്തികകളാണ് അനുവദിച്ചിട്ടുള്ളത്. സ്മാർട്ട് വില്ലേജ് എല്ലാ സൌകര്യങ്ങളുമായി തുറക്കണമെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ സർക്കാർ 6 മാസത്തെ സാവകാശം ആവശ്യപ്പെടുകയായിരുന്നു. ഇതനുസരിച്ചുള്ള സമയപരിധി നവംബർ 28 കഴിഞ്ഞെങ്കിലും വില്ലേജ് ഓഫീസ് തുറക്കാൻ നടപടിയുണ്ടായിരുന്നില്ല. തുടർന്നാണ് ഹർജിക്കാരൻ കോടതിയലക്ഷ്യ കേസ് ഫയൽ ചെയ്തത്. വേലൂരിൽ തേനീച്ചകളുടെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. വേലൂർ സ്വദേശി തിരുത്തിയിൽ സുഭാഷനാണ് തേനീച്ചകളുടെ കുത്തേറ്റത്. വേലൂർ ചുങ്കം സെന്ററിന് സമീപമുള്ള ആലയിലേക്ക് പണിയായുധങ്ങൾ മൂർച്ച കൂട്ടുവാൻ പോയ സമയത്താണ് സമീപമുള്ള പറമ്പിലെ മരത്തിൽ കൂടുകൂട്ടിയിരുന്ന തേനീച്ചകൾ കൂട്ടത്തോടെ സുഭാഷിനെ ആക്രമിച്ചത്. നിലത്ത് വീണ സുഭാഷ് ഉടുമുണ്ട് പുതച്ചാണ് രക്ഷപ്പെട്ടത്. പ്രദേശവാസിയായ ബാബുവും ഇതര സംസ്ഥാന തൊഴിലാളിയും ചേർന്നാണ് സുഭാഷിനെ രക്ഷപ്പെടുത്തിയത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഇരുവർക്കും തേനീച്ചകളുടെ കുത്തേറ്റു. അബോധാവസ്ഥയിലായ സുഭാഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂരിലെ ഈ വിദ്യാലയമുറ്റത്ത് കവിത പൂക്കളായി വിരിയുകയാണ്. ക്ലാസ് മുറിയിൽ നോട്ട് പുസ്തകത്തിന്റെ അകത്താളുകളിൽ കുട്ടികൾ കുറിച്ചിട്ട വരികൾ പുസ്തകമായി പ്രസിദ്ധീകരിക്കുമ്പോൾ 9 കുട്ടി എഴുത്തുകാരുടെ കൃതികൾ വെളിച്ചം കാണുകയാണ്. കൊടുങ്ങല്ലൂരിലെ പാലിയന്തുരുത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ 3ാം ക്ലാസ്സിലെ ഭാഷ പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികൾ രചിച്ച കവിതകളുടെ സമാഹാരമാണ് ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കുന്നത്. ഞങ്ങൾ പലപ്പോഴായി എഴുതിയ കവിതകൾ പുസ്തകമായി എടുക്കാമെന്ന് പൗർണമി ടീച്ചർ പറഞ്ഞു. ഇതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്. ഞങ്ങളുടെ വലിയൊരാഗ്രഹം പൗർണമി ടീച്ചർ സാധിച്ചു തരികയാണ്. ഇതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട്. നിരന്തര പഠന പ്രക്രിയയുടെ ഭാഗമായാണ് ക്ലാസ് അധ്യാപിക പൗർണമി വിനോദിന്റെ നേതൃത്വത്തിൽ കവിതാ സമാഹാരം ഒരുക്കിയത്. വെക്കേഷൻ കാലത്ത് മനസ്സിൽ കരുതിയ ഒരു ആശയമായിരുന്നു ഇങ്ങനെയൊരു കവിതാ സമാഹാരം പുറത്തിറങ്ങണമെന്ന്. അങ്ങനെ ഇവർ കുറച്ച് മാസങ്ങൾ എടുത്തെഴുതിയ കവിതകളൊക്കെ ഞാനിങ്ങനെ പരിശോധിച്ച് വേണ്ട തിരുത്തലുകളൊക്കെ നടത്തി. അപ്പോൾ എനിക്ക് തോന്നി ഈ കവിതകളൊക്കെ വളരെ മനോഹരമായ കവിതകളാണ്, അതൊക്കെ പുറം ലോകം കാണേണ്ടതാണ്. അങ്ങനെ അതിൻ്റെ പണികൾ തുടങ്ങി. ജനുവരിയോടെ ഇതിൻ്റെ പ്രകാശനം പ്രശസ്ത ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം നടത്തും. കുട്ടികളുടെ രചനാശേഖരത്തിൽ നിന്നും കണ്ടെത്തിയ മികവാർന്ന 38 കവിതകളാണ് പുസ്തകത്തിലുള്ളത്. OR ആദിശ്രീ, ആവണി ബിബിൻ, AA ആഷ്മി, KS ആരവ്, PS ശ്രീലയ, PS ദേവപ്രിയ, ഹേമന്ത് രഞ്ജിത്ത്, PS കൃഷ്ണപ്രിയ, വൈജിത് ദേവ് എന്നിവരാണ് വിദ്യാലയത്തിലെ കുട്ടിയെഴുത്തുകാർ. നമ്മുടെ സബ് ജില്ലയിലെ തന്നെ 1ാമത്തെ ഒരു പ്രവർത്തനമാണ് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ പുസ്തകം. പ്രകൃതിയിലെ വസ്തുക്കൾ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന വികാര വിചാരങ്ങളെ അവർ വളരെ മനോഹരമായി അവിടെ ആലാഖനം ചെയ്ത് ചേർത്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഒരു സാഹിത്യകാരി എന്ന നിലയിൽ അവരുടെ അധ്യാപികയുടെ കൂടി ഒരു കൈ അതിലൂടെ വന്നപ്പോൾ ആ പുസ്തകം വളരെ മനോഹരമായി എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പുതുവർഷത്തിൽ വിദ്യാലയം തുറന്നെത്തുമ്പോൾ ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം പ്രകാശനം ചെയ്യും. അക്ക പുൽക്കോ പബ്ലിക്കേഷൻസ് ആണ് പ്രസാധകർ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വേലുപ്പാടം സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രത്തിൽ നവീകരിച്ച മദ്ബഹയുടെ ആശീർവാദം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡേവിസ് ചെറിയത്ത്, സഹവികാരി ഫാദർ ഷെബിൻ പനക്കൽ, കൈക്കാരന്മാരായ ജസ്റ്റിൻ മുള്ളൂർ, ഷിജോ ഞെരിഞ്ഞാമ്പിള്ളി, തോമസ് മുട്ടത്ത്, ബേബി വാഴക്കാല എന്നിവർ നേതൃത്വം നൽകി. സമസ്ത ശതാബ്ദി തൃശൂർ ജില്ലാ പ്രചരണ ജാഥയ്ക്ക് കുന്നംകുളത്ത് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം പാണക്കാട് സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകന്നൂർ അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ MLA, സാഹിത്യകാരൻ P സുരേന്ദ്രൻ, മുൻ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, ജംഇയ്യത്തുൽ മുദരിസീൻ ജില്ലാ പ്രസിഡന്റ് സുലൈമാൻ അൻവരി കരൂപ്പടന്ന തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 20, 21 തീയതികളിലായി തൃപ്രയാറിൽ നടക്കുന്ന KSTA തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കുന്നംകുളത്ത് വിദ്യാഭ്യാസ സെമിനാർ നടത്തി. കുന്നംകുളം ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നടന്ന വിദ്യാഭ്യാസ സെമിനാർ KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം PC സിജി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് KC സജൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം TM ലത, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജയറാം സന്തോഷ്, കുന്നംകുളം ഉപജില്ലാ സെക്രട്ടറി സുഭാഷ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു.
മതത്തിന് പ്രാധാന്യം നൽകാതെ. ചാലക്കുടി കൂടപ്പുഴ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിന് വെള്ളിയാഴ്ച കൊടിയേറും. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റ് നിർവഹിക്കും. 24-നാണ് കാവടി മഹോത്സവം. രാവിലെ വിവിധ കരകളിൽ നിന്നും പുറപ്പെടുന്ന കാവടി സംഘങ്ങൾ ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരും. വൈകിട്ട് 5 മണിക്ക് സൌത്ത് ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന കാവടി ഘോഷയാത്ര രാത്രി 10-ന് ക്ഷേത്രത്തിലെത്തി സമാപിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് KA ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി AT ബാബു, ട്രഷറർ KG സുന്ദരൻ, വൈസ് പ്രസിഡന്റ് KS അനിയൻ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റത്തൂർ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത അംഗങ്ങൾക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കും BJPയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. BJP മറ്റത്തൂർ മേഖലാ പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. വിജയികളായ സുനിൽകുമാർ ചിന്നങ്ങത്ത്, VK അതുൽ കൃഷ്ണ, ഷീജ അജിത്ത്, അശ്വതി സുബീഷ് എന്നിവരെയും സ്ഥാനാർത്ഥികളായിരുന്നവരെയും സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ അനുമോദിച്ചു. റിട്ടയേർഡ് SIയും ഓട്ടംതുള്ളൽ കലാകാരനുമായ മണലൂർ ഗോപിനാഥിന്റെ ഓട്ടം തുടങ്ങിയ കഥ എന്ന ജീവചരിത്ര പുസ്തകത്തിന്റെ കവർ പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പ്രകാശനം നിർവഹിച്ചു. ഇമാ പബ്ലിക്കേഷൻ എഡിറ്റർ രേഖ വെള്ളത്തൂവൽ, പൈതൃകം ഗുരുവായൂർ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, അഖില ഭാരത ശ്രീ ഗുരുവായൂരപ്പ ഭക്തസമിതി കൺവീനർ സജീവൻ നമ്പിയത്ത്, മുരളി അകമ്പടി, ശ്രീകുമാർ P നായർ, മണലൂർ ഗോപിനാഥ്, ബബ്ലു ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. പുസ്തകത്തിന്റെ പ്രകാശനം ഫെബ്രുവരി 21-ന് എറണാകുളം ചങ്ങമ്പുഴ പാർക്കിൽ നടക്കും. 50 പേരുടെ പുസ്തകങ്ങൾ ഒരുമിച്ച് പ്രകാശനം ചെയ്ത് ഗിന്നസ് റെക്കോർഡ് നേടാൻ ശ്രമം നടത്തുന്ന ചടങ്ങിലാണ് ഈ പുസ്തകവും പ്രകാശനം ചെയ്യുന്നത്. പോലീസുകാരുടെയും വിരമിച്ചവരുടെയും കൂട്ടായ്മയായ അക്ഷരദീപത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇമാ പബ്ലിക്കേഷൻസ് ആണ് പ്രകാശന ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. അമ്മാടത്ത് അയൽവാസിയെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിലായി. അമ്മാടം ആലുക്കക്കുന്ന് സ്വദേശി കരിയാട്ടിൽ വീട്ടിൽ ബിജുവിനെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രി ആലുക്കക്കുന്ന് സ്വദേശി നെല്ലത്ത് വീട്ടിൽ ബാബുവിനെയാണ് പ്രതി കമ്പി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത്. ഇനി വാണിജ്യം. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പാബ്ലോ ഷൂ സ്റ്റുഡിയോയുടെ 3ാമത്തെ ഷോറൂം തൃശൂർ കൂർക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കുറുക്കഞ്ചേരി അൽറീം മന്തിക്ക് സമീപം തയ്യിൽ സെന്റർ ബിൽഡിംഗിൽ അതിവിശാലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ച പാബ്ലോ ഷൂ സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം സ്ഥാപന ഉടമ മനോജിന്റെ മാതാവ് KV അന്നമ്മ, ഭാര്യ സീന മനോജ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പാബ്ലോ ഷൂ സ്റ്റുഡിയോ ഉടമ മനോജ് ഹാരിസ് ആദ്യ വിൽപ്പന നടത്തി. ചടങ്ങിൽ നിയുക്ത ഡിവിഷൻ കൗൺസിലർ വിൻഷി അരുൺകുമാർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രമുഖ ഷൂ നിർമ്മാതാക്കളായ വുഡ്ലാൻഡ്, പൂമ, സ്കെച്ചേഴ്സ്, ലാവി തുടങ്ങിയ മുൻനിര ബ്രാൻഡുകളുടേതടക്കം ഏറ്റവും പുതിയ ട്രെൻഡി മോഡൽ ലേഡീസ്, ജെൻസ്, കിഡ്സ് ഷൂസുകളുടെയും ചപ്പലുകളുടെയും അതിവിപുലമായ ശേഖരമാണ് പാബ്ലോ ഷൂ സ്റ്റുഡിയോയിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ അമേരിക്കൻ ടൂറിസ്റ്റർ, ലാവി, VIP, വൈൽഡ് ക്രാഫ്റ്റ്, അപ്പർ കേസ്, സഫാരി, ടോമി, ഫെറ തുടങ്ങിയ മുൻനിര കമ്പനികളുടെ ട്രാവൽ ബാഗുകളുടെയും വിന്റർ ജാക്കറ്റുകളുടെയും ബാഗുകളുടെയും അതിവിപുലമായ ശേഖരവും കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, ബെൽറ്റുകൾ, പെർഫ്യൂംസ്, സോക്സ് തുടങ്ങിയവയും വിപുലമായ പാർക്കിംഗ് സൗകര്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച പാബ്ലോ ഷൂ സ്റ്റുഡിയോയിൽ ഒരുക്കിയിട്ടുണ്ട്. കൊടകര, ചാലക്കുടി എന്നിവിടങ്ങളിലാണ് പാബ്ലോ ഷൂ സ്റ്റുഡിയോയുടെ മറ്റു ഷോറൂമുകൾ പ്രവർത്തിച്ചു വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9562175080. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,330 രൂപ, പവന് 98,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്.
പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. പാലിയേക്കര ടോൾ പ്ലാസ ജീവനക്കാരന് കാർ യാത്രക്കാരുടെ മർദ്ദനം. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാലിയേക്കര ടോൾ പിരിവിന് അനുമതി നൽകിയതിനെതിരായ അപ്പീലിൽ ഇടപെടാതെ സുപ്രീംകോടതി. ജപ്തി ഭീഷണിയെ തുടർന്ന് ചാലക്കുടിയിൽ ഗൃഹനാഥൻ ആത്മഹത്യ ചെയ്തു. വെട്ടുകടവ് സ്വദേശി സോമനാഥ പണിക്കരാണ് വീടിനകത്ത് തൂങ്ങി മരിച്ചത്. കോൺഗ്രസിന് കൈയൊഴിഞ്ഞ് തിരുവില്ലാമല. വർഷങ്ങളോളം കോൺഗ്രസ് ഭരണം കൈയാളിയിരുന്ന തിരുവില്ലാമല പഞ്ചായത്തിലെ 19 സീറ്റിൽ 18ലും കോൺഗ്രസിന് തോൽവി. പൊന്നിയൂർക്കുളം മാഞ്ചേരിയിൽ റോഡ് ഇടിഞ്ഞ് തോട്ടിലേക്ക് വീണു. റോഡ് ഇടിയുന്നത് കണ്ട് വാഹനങ്ങൾ നിർത്തിയതിനാൽ വൻ ദുരന്തമൊഴിവായി. ബണ്ടുവരമ്പ് തകർന്ന കാട്ടകാമ്പാൽ വാവേക്കർ കോൾപ്പടവിൽ ഇത്തവണയും കർഷകർക്ക് കൃഷി ഇറക്കാനാവില്ല. കുചേല ദിനത്തിൽ അവിൽപുതികളുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ആയിരങ്ങൾ. ഗുരുവായൂർ മഞ്ജുളാൽ തറയിൽ പുതിയ കുചേല പ്രതിമ സ്ഥാപിച്ചു. തിരുവമ്പാടി ക്ഷേത്രത്തിൽ കുചേല ദിനം ഭക്തി നിർഭരമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.